ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഓവനൊന്നുമില്ലാതെ വെറും ഗ്യാസ് സ്റ്റോപ്പിന്മേൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. കേക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ ഒരു വലിയ ബൗൾ എടുക്കണം. ഇതിലേക്ക് 4 മുട്ട, 1 ടീസ്പൂണോളം വാനില എസൻസ് ഇവ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട, 2ഓ 3ഓ തവണയായിട്ട് ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്താല് 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും. ഇതിന്റെ മഞ്ഞ കളറൊക്കെ മാറി ഇതുപോലെ വെള്ള കളറിലായിട്ട് വരും. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അതുവരേക്കും നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ല് നമ്മുടെ കേക്കിന് ഫീൽ ചെയ്യും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം കൂടെ ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചിട്ട് താഴെയുള്ള ബാറ്ററിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബീറ്റർ ഉപയോഗിക്കരുത്, അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇതെല്ലാം നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്ന് റെഡിയാക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ അടിയിലും സൈഡിലും ഒക്കെ നല്ല പോലെ ഒന്ന് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിന്റെ അകത്തേക്ക് കേക്ക് ടിന്നിന്റെ അതേ ഷേപ്പിൽ മുറിച്ചെടുത്ത ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാനും വേണ്ടിയിട്ട് വെക്കണേണ്. ഇങ്ങനെ ഇത് വെക്കാതെയും നമുക്ക് കേക്ക് നല്ല പോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ ബട്ടർ പേപ്പർ ഉള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബട്ടർ പേപ്പറിന്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പൊ കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോ ഇതുപോലെ ഒരു പാനിന്റെ അകത്താണ് കേക്ക് ബേക്ക് ചെയ്യണത്. ഇതിന്റെ അകത്തൊരു വയർ റാക്കും ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ സെയിം ബാറ്റർ ഓവനിലോ ഒക്കെ ബേക്ക് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ഈ പാൻ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് കൈയൊന്നും പൊള്ളിക്കാണ്ട് നമ്മുടെ കേക്ക് ടിന്ന് ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് ബേക്ക് ചെയ്യുക. അത്രയും സമയം തന്നെ ഇതിന്റെ മൂടി തുറന്ന് നോക്കരുത്. ഇടയ്ക്കൊന്ന് വെച്ച് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി വരില്ല, കുഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് കണ്ടോ നല്ല പോലെ പൊങ്ങി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂട് പോവാനായിട്ട് ഈ പാനിന്റെ അകത്തുനിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂട് പോയതിനു ശേഷം മാത്രം കേക്ക് ടിന്നിന്റെ അകത്തുനിന്ന് കേക്ക് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. കേക്ക് ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ ഫിയോണയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡെക്കറേഷൻ കൂടുതൽ ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവർക്ക് 1/4 കപ്പ് ക്രീം ഒക്കെ എടുക്കുക. അതന്നെ മതി 1 കിലോ കേക്കിന്. ഞാനിപ്പോ 1 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്.
എന്നിട്ട് നമുക്ക് ഇതിനെ ബീറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം പറ്റ സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക കേട്ടോ. പിന്നെ ഈ ഫിയോണയുടെ ക്രീമിൽ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഷുഗർ ഇല്ലാത്ത ക്രീമാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്യുമ്പോഴേക്കിന് ഈ ഫിയോണയുടെ ക്രീം നല്ല പോലെ വിപ്പായിട്ട് വരും. അതുപോലെ ഗോൾഡിന്റെ ക്രീമും നല്ലതാണ്. അപ്പോൾ വിപ്പ് ചെയ്യണതിന്റെ മുൻപ് ആദ്യം ഈ ക്രീം നല്ല പോലെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ. ഞാനിപ്പോ ഒരു 4 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്തപ്പോഴത്തേക്കിന് ക്രീം നല്ല പോലെ വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യല് നിർത്താം. ഇങ്ങനെ കുറച്ച് ക്രീം എടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ പോലും താഴെ വീഴില്ല. ഈ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ ക്രീമിനെ. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പോൾ ആദ്യം കേക്കിനെ ടിന്നിന്റെ അകത്തുനിന്ന് എടുത്തു മാറ്റണം. ഇതുപോലെ ആദ്യം ഒരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡ് ഒന്ന് പതുക്കെ വിടിയിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് തന്നെ ടിന്നിന്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാനായിട്ട് പറ്റും. ഞാനിപ്പോ ഇതിന്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബട്ടർ പേപ്പർ ഒന്ന് കളയാണ്. അങ്ങനെ ഇപ്പോ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായി സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി കേക്കിനെ തിക്നെസ്സിനനുസരിച്ചിട്ട് 2-3 ലെയർ ആക്കി കട്ട് ചെയ്യുക. ഞാനിപ്പോ 2 ലെയർ ആക്കിയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ പതുക്കെ എവിടെ വെച്ചിട്ടാണോ കട്ട് ചെയ്യണ്ടേ അവിടെ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോ കേക്കിനെ 2 ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പൊടിഞ്ഞു വരും. ആ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് വേണം കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ. ഞാനിപ്പോ ഒരു ടേൺ ടേബിൾ എടുത്ത് അതിന്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തത് ഈ കേക്ക് ബോർഡ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ടേൺ ടേബിളിന്റെ മുകളിൽ നിന്ന് തെന്നി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ കേക്കിന്റെ ഏറ്റവും ടോപ്പിലത്തെ ഭാഗം ആദ്യം വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പോ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഈ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ മുകളിൽ ക്രീം ആക്കി കൊടുക്കുക. ഞാനിപ്പോ ക്രീമിനെ ഒരു പൈപ്പിംഗ് ബാഗിന്റെ അകത്ത് എടുത്തിട്ടാണ് ആക്കി കൊടുക്കണേ. ഇങ്ങനെ അല്ലാതെ നേരിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ടും കേക്കിന്റെ മുകളിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പൈപ്പിംഗ് ബാഗിന്റെ അകത്ത് എടുത്തിട്ട് ക്രീം ആക്കി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പതുക്കെ ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ മതി. ഇനി ഇതിന്റെ മുകളിൽ അടുത്ത ലെയർ കേക്കും വെച്ചു കൊടുക്കുക. ലാസ്റ്റത്തെ ലെയർ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന്റെ ഏറ്റവും അടിയിലത്തെ ഭാഗം മുകളിലായിട്ട് വരണം. എന്നാലേ നമ്മുടെ കേക്കിന്റെ ആ മുകൾ ഭാഗം കറക്റ്റ് ആ ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതിന്റെ മുകളിൽ നല്ലപോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. അതിനുശേഷം കേക്കിനെ മൊത്തത്തിൽ ക്രീം ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഇപ്പൊ കേക്കിനെ മൊത്തത്തില് ഞാൻ വിപ്പിംഗ് ക്രീമായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോ കേക്കിന്റെ പകുതി ഭാഗം ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടും ബാക്കി പകുതി ഭാഗം വിപ്പിംഗ് ക്രീം വെച്ചിട്ടുമാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യണത്. ഇതിപ്പോ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണ്. വേറെ ഒന്നുമല്ല, ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിന്റെ മുകളിൽ ഒരു ബൗളിൽ ചോക്ലേറ്റ് വെച്ചു കൊടുത്തിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് വെള്ളം തിളക്കുന്ന ചൂടിൽ ചോക്ലേറ്റ് ഒന്ന് ഉരുക്കി എടുത്തതാണ് കേട്ടോ. അതൊരു വിപ്പിംഗ് ബാഗിന്റെ അകത്തേക്ക് എടുത്തതാണ് ഞാനിപ്പോ. ഇനി ബാക്കി പകുതി ഭാഗത്ത് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു സിമ്പിൾ ഡിസൈനും കൊടുക്കുകയാണ്. ഇപ്പൊ കേക്കിനെ ഞാൻ കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവിടെയൊക്കെ നമുക്ക് പേര് എഴുതി കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ.
ഇപ്പോ കേക്കിന്റെ ഡെക്കറേഷൻ മുഴുവനായിട്ട് കഴിഞ്ഞു. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതിനെ തണുപ്പിച്ചെടുക്കുക. ഫ്രീസറിലല്ല കേട്ടോ, താഴെ വെച്ചിട്ട് അരമണിക്കൂർ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളതും പറഞ്ഞു തന്നിട്ടുള്ളതും. അപ്പോൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ കറക്റ്റ് ഈ അളവിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചാനലിലെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.